പുതിയതായിട്ട് എന്തെങ്കിലും ടോയ് കിട്ടിയാൽ പിന്നെ ആൾ കയ്യിൽ നിന്ന് താഴ്ത്ത് വെക്കൂല കേട്ടോ. കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ മോൻ പുറത്ത് പോയി വന്നപ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ ഈ ടോയ്. അന്ന് മുതൽ ഇതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. എക്സാം ആണെന്ന് നോക്കാതെയാണ് കേട്ടോ രാവിലെ തന്നെ ഇതും പിടിച്ചുകൊണ്ടിരിക്കണത്. വാവയാണെങ്കിൽ അത് മാക്സിമം തല്ലി പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഞാനിതെടുത്ത് പൂട്ടി വെച്ചേക്കണോണ്ടാണ് കേട്ടോ ഇപ്പോഴും ഉള്ളത്. പോണ വഴിയിൽ അമ്മ ഇത് കണ്ട അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ 20 രൂപ എടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും മിഠായിയൊക്കെ വാങ്ങിക്കാമെന്നാണ് കേട്ടോ പറയണത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരൊക്കെ നേരത്തെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ വണ്ടിയും വന്ന് അമ്മയും നമുക്ക് വൈകുന്നേരം എടപ്പള്ളി പോകണമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ അവൻ പോണത്. അവൻ്റെ സർജറി ഏകദേശം ആവാനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊന്ന് ഡോക്ടറെ കാണാൻ പോകണമെന്ന്. അപ്പം അതിനു മുമ്പ് ദേ മട്ടാഞ്ചേരി പള്ളിയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏത് സമയത്ത് ചെന്നാലും നല്ല ആൾക്കാരായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദേ എടപ്പള്ളിയിലുള്ള ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർക്ക് വേറെ ഏതോ പേഷ്യൻ്റ് ഉണ്ടായിരുന്നാലും കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഡോക്ടർ വന്നത്. അമ്മ എൻ്റെ പല്ലെങ്ങാനും ഇപ്പോൾ പറിച്ചെടുക്കുമെന്നൊക്കെ പേടിച്ചാണ് ആൾ അവിടെ കയറിയിരിക്കണത്. പോണ വഴിയിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോ, ദേ ഇതിലേ കൂടി അല്ലേ പോകേണ്ടതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്തോ ഷെയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് കടയിൽ കയറിയതാണേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവന് ഇതേ ഷവർമ്മയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതുകൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.